ഇന്നുണ്ടല്ലോ നേരത്തെയൊക്കെ എഴുന്നേറ്റുണ്ടായിരുന്നു, പക്ഷേ നേരത്തെ കടയൊന്നും തുറന്നില്ല കേട്ടോ. നല്ല ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിരുന്നു 2 ദിവസം. അപ്പോൾ രാവിലെ ആവയൊക്കെ പിടിച്ച് പിന്നെ നേരെ കടയിലേക്ക് വന്നേ. കട്ടൻ ചായ പതിവുള്ളതുകൊണ്ട് അതങ്ങോട്ട് കുടിച്ചു കേട്ടോ ആദ്യം തന്നെ. ഇന്ന് കടയിലേക്ക് ലീല ചേച്ചി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ കൊലയൊക്കെ എടുത്ത് തൂക്കുന്നുണ്ട്. അൽദൻകുട്ടനെ സ്കൂളിൽ പോകാൻ സമയമായി. അവനെ വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല കേട്ടോ. രാവിലെ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഒരാൾ ചൂല് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 100 രൂപയ്ക്ക് ഞാനൊരു ചൂല് എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല ചൂലാണ്, പൊഴിയൂല എന്നൊക്കെ ഞാൻ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, ഇനിയത്തെ അറിയത്തില്ല കേട്ടോ. ഉച്ചയ്ക്ക് കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ലീല ചേച്ചി. പിന്നെ കപ്പയൊക്കെ ഉണ്ട്, എനിക്ക് കൂട്ടാനുള്ള അയലയൊക്കെ ഉണ്ട് കേട്ടോ. അൽദൻകുട്ടനും അയലയാണ് ഇഷ്ടം. പിന്നെ ഇന്ന് ഫുള്ള് കഫത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്, സ്വയം ചികിത്സ ചെയ്യുവാണേ. ഇഞ്ചി വെള്ളം കുടിച്ചാൽ തന്നെ കുറേ ഒരു ആശ്വാസം ഉണ്ടാവും കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ അൽദൻകുട്ടൻ വന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ മേലെ വീട്ടിലേക്ക് പോവുകയാണേ. അൽദൻകുട്ടൻ വന്നു കഴിഞ്ഞാൽ ഫോണ് ഉപയോഗിക്കും കേട്ടോ. കുറച്ച് സമയം കാർട്ടൂണൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒഴിവാക്കാനായിട്ട് അച്ചമ്മേൻ്റെ അടുത്ത് നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. മുളകൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറാറൊന്നുമില്ല, അതുകൊണ്ട് എല്ലാം പറിക്കാത്തതുകൊണ്ട് പഴുത്ത് പോവാണേ. നേരത്തെ ഞങ്ങൾ പാത്രമൊക്കെ കഴുകി വെയിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ നല്ലത് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചമ്മ ഓരോന്ന് എടുത്തിട്ട് ഓഫീസ് റൂമിൽ അടുക്കി വെക്കാൻ പോവാണ്. ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഏർണിങ്സ് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ലവ് യു.